കുടിവെള്ളമില്ലാതെ വലഞ്ഞ് കാക്കനാട് NGO ക്വാർട്ടേഴ്സിലെ താമസക്കാർ. കുടിവെള്ളം മുടങ്ങിയിട്ട് 5 ദിവസമായി. വാട്ടർ അതോറിറ്റി പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് താമസക്കാർ പറയുന്നത്. അവരുടെ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. റാഫി കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. റാഫി, എന്താണ് ഇവർ പറയുന്നത്? ഈ വാട്ടർ അതോറിറ്റി എന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് കുടിവെള്ളം മുടങ്ങിയതിൽ? ഈ 5 ദിവസമായി NGO ക്വാർട്ടേഴ്സിലെ 100-ലധികം കുടുംബങ്ങൾക്കാണ് വെള്ളമില്ലാതായത്. ഈ വെള്ളമില്ലാതായതോടുകൂടിയാണ് ഈ കുടുംബങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയെ നിരന്തരമായി ഇവരുടെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടിയില്ലാതെ വന്നതോടുകൂടിയാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? NGO ക്വാർട്ടേഴ്സിലെ കിണറില്ലാത്ത ഒരു പ്രദേശമാണ്. എല്ലാ ഒന്നരാടം ദിവസങ്ങളിലും വെള്ളം വരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഇവിടെ വെള്ളം ഇല്ല. വാൽവ് ഓപ്പറേഷന്റെ പ്രശ്നമാണെന്ന് കരുതി ഞങ്ങൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി AEയെ സമീപിച്ച് ഇന്ന് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ സമീപിച്ചിട്ടും ഇവിടെ വെള്ളം എത്തിയിട്ടില്ല. ജനങ്ങൾ രാവിലെ ടാങ്കർ ലോറിയിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലാത്തടത്തു നിന്നും വെള്ളം എത്തിച്ചു കൊടുത്ത്, പക്ഷെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തി. ഈവനിങ് ആയിട്ടും വെള്ളം വരാതെ ഇരുന്നപ്പോൾ ഇത്രയും ആളുകൾക്കുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സാധ്യമാകുന്ന കാര്യമല്ലാത്തതിനാൽ അവരുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ടൈമോ കാര്യങ്ങളോ ഇല്ലാതെയാണ്. അപ്പം ഇവിടെ മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രദേശങ്ങളിൽ വെള്ളമില്ലാതെ വരുമ്പോൾ ഇത് തന്നെ പല പ്രാവശ്യവും നടത്തിയിട്ടുള്ളതാണ്. ഇത്രയും ആളുകൾ കൂടുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതൊരു ക്രൂഷ്യൽ ടൈമായി പോയി. അതുകൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങി ഇതിനെ പ്രതിഷേധിക്കുന്നതാണ്. അതോടൊപ്പം വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാനും ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇവിടുത്തെ താമസക്കാരിലേക്കാണ്. ഈ താമസക്കാർ തന്നെയുണ്ട്, ഇവരെല്ലാം സർക്കാർ ജീവനക്കാരാണ്. എന്താണ് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റി വിഷയം പറയുമ്പോൾ അവരെന്ത് മറുപടിയാണ് നൽകുന്നത്? അവർ പറയുന്നു, ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് ഇവിടെ പൈപ്പ് പൊട്ടിക്കിടക്കാണ്, അതുകൊണ്ട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ പരിപാടിയായിരുന്നു, അതുകൊണ്ട് പമ്പിങ് നിർത്തി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞു 4 മണിക്ക് കഴിഞ്ഞു, ഞങ്ങൾ പമ്പ് ചെയ്യാണ്, എല്ലാ വാൽവും ഓപ്പണാണ്, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം മാത്രം കിട്ടുന്നില്ല. അവർ വാൽവ് ഓപ്പൺ ആണെന്ന് പറയുകയും നമ്മുടെ ക്വാർട്ടേഴ്സുകളിലേക്ക് മാത്രം വെള്ളമില്ല, പക്ഷെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പോകുന്നുണ്ട്. കാരണം എല്ലാ വാൽവും അവർ ഓപ്പൺ ആയിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ പമ്പിങ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പമ്പിങ് സ്റ്റേഷനിൽ പോയി. അതിന് ശേഷം ഇതിൻ്റെ ഓപ്പറേറ്റർ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഞങ്ങൾ വന്ന് ഈ വാൽവുകളെല്ലാം ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു, ക്വാർട്ടേഴ്സിലേക്കുള്ളത് മാത്രം തുറന്നു. അപ്പോഴവർ പറയുന്നു, ഞങ്ങൾ തുറന്നിട്ടുണ്ട്, കാണും നിങ്ങൾ തുറന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ സാറ് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നൂല് പോലെയാണ് വെള്ളം വരുന്നത്. താഴെ വെച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ പോലും സംഭരിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, പകുതി പേര് ജോലിക്ക് പോയിട്ടില്ല. ഡിസംബർ ആയിട്ട് പകുതി എല്ലാവരുടെയും ലീവൊക്കെ തീർന്നു കിടക്കുക. ഇപ്പം ശമ്പളവും ഇല്ല. എന്നാൽ 700 രൂപയാണ് 2000 ലിറ്ററിൻ്റെ ടാങ്കറിൽ വെള്ളം അടുപ്പിക്കുന്നതിന്. ഈ എല്ലാ ദിവസവും ഈ വെള്ളം അടുപ്പിച്ച് ഈ സർക്കാർ ജീവനക്കാർ എങ്ങനെ ജീവിക്കും? തീർച്ചയായും ഇവർ സൂചിപ്പിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം 5 ദിവസമായി ഈ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ പോലും സ്കൂളിൽ പോകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരാണ്. രാവിലെ ഒരു 9 മണിയോടുകൂടി ജോലിക്ക് പോകുന്നു, വൈകിട്ട് 6 മണിക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തുന്ന സമയത്ത് കുടിവെള്ളമില്ലാതെ വലയുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുണ്ടായത്. അതോടുകൂടിയാണ് ഇന്ന് ഇപ്പോൾ രാത്രി ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ വിവരം നിങ്ങൾ മറ്റ് വകുപ്പുകളിലൊക്കെ അറിയിച്ചിരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന വകുപ്പുകളിൽ പോലും അറിയിച്ച് ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. വകുപ്പുകളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കളക്ടർ അടുത്ത് പല പ്രാവശ്യം മീറ്റിംഗ് കൂടി, ബഹുമാനപ്പെട്ട ADM-ന്റെ അടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് കൂടെ നമ്മൾ വിളിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അതുപോലെ നമ്മളിവിടെ കൂടാത്ത സ്ഥലം നമ്മൾ പലപ്പോഴും മീറ്റിംഗ് കൂടുമ്പോഴും വാട്ടർ അതോറിറ്റിയിലെ ആളുകൾ ഇന്ന് രാവിലെ കൂടെ വാട്ടർ അതോറിറ്റി അധികാരികളോട് വന്നതാണ്. പക്ഷേ ഇവർക്ക് ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊരു മറുപടിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ വലിയൊരു സംഭവത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് സൂചനയായിട്ടുള്ള സമരമാണ്. ഞങ്ങൾ 260 കുടുംബങ്ങളും നാളെ ഇതുപോലെ റോഡിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് പോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ഒരു രക്ഷാകർത്തവ സാഹചര്യം അതിലാണ് നമ്മൾ പ്രതിഷേധമായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് വലിയൊരു സമരത്തിലേക്ക് എത്തും ഈ ഇതിൽ നടപടി ആയില്ല എങ്കിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളതിനെക്കുറിച്ച്. തീർച്ചയായും ഇവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നുള്ളതാണ്. ഏതായാലും അടിയന്തര പരിഹാരം വേണം ആ വിഷയത്തിൽ എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. 5 ദിവസമായി അവർക്ക് വെള്ളമില്ല എന്നാണ് അവർ പറയുന്നത്. അതിൽ സർക്കാർ ജീവനക്കാരാണ്. അവർ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. റാഫി കരീമാണ് കാക്കനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.